സാധാരണ ഞായറാഴ്ചകളിൽ പതിവില്ലാത്ത സാധനങ്ങളാണ് അച്ഛൻ്റെ സ്പെഷ്യൽ പൊതികൾ കേട്ടോ. ഇന്ന് ഞാൻ കുഞ്ഞിപ്പാറേനെ ഉറക്കിയിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു പൊതി ഇരിക്കുന്നു. നോക്കിയപ്പോൾ എന്താണെന്ന് നമ്മുടെ ബജ്ജി. കുറേ നാളായിട്ട് എനിക്കൊന്ന് ഓൾമോസ്റ്റ് 2 മാസത്തിന് മുകളിലായി ഞാൻ മുട്ട ബജ്ജി, മുളക് ബജ്ജി ഇതൊക്കെ കഴിച്ചിട്ട് കേട്ടോ. അമ്മ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് വണ്ടി എടുക്കുക, 4 മണിയാകുക, പോവുക, ചായ കുടിക്കുക, ബജ്ജി അടിക്കുക, ഇവർക്കുള്ളത് പാഴ്സൽ മേടിക്കുക. ഇതെനിക്കൊരു ഹരമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ പതിവില്ലാണ്ട് അച്ഛൻ ഈ സാധനം കൊണ്ടുവരും ചെയ്തു. നല്ല തിളച്ച സാധനമായിരുന്നു കേട്ടോ. കുറച്ച് ചമ്മന്തി ബാക്കി ഉണ്ടായിരുന്നു. ഇത് എൻ്റെ പങ്കാട്ടോ ഇരിക്കുന്നത്. അതിനകത്ത് ഇച്ചിരി ഞാൻ ചങ്കുട്ടിക്കും കൊടുത്തു. പിന്നെ മുട്ടക്കൊതിയനായതുകൊണ്ട് അവനിത് കൊടുക്കാതിരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ എനിക്കും കൂടെ വയറ്റിളക്കം വരും. കാരണം ചങ്കുട്ടിക്ക് ചിക്കനോ മുട്ടയോ എന്ന് ചോദിച്ചാൽ അവൻ ആദ്യം പറയുന്ന സംഭവം മുട്ടയായിരിക്കും കേട്ടോ. അത്രയ്ക്ക് പ്രാന്താണ് ആ ചെറുക്കന സാധനം. എനിക്ക് പിന്നെ മുട്ട ബജ്ജിയോട് അത്രയ്ക്ക് ആക്രാന്തമില്ല. കിട്ടിയാൽ തിന്നും, അത്രയേ ഉള്ളൂ. പക്ഷെ മുളക് ബജ്ജി അതെനിക്ക് ഒരു പ്രത്യേക വികാരമാണ് ഗൈസ്. കാരണം നല്ല നല്ല തിളച്ച മുളക്, നല്ല എരിവുള്ള മുളകും ആയിരിക്കണം. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണെങ്കിൽ നല്ല രസമായിട്ടോ തിന്നാനായിട്ട്. എനിക്കിങ്ങനെ വായിൽ കിടന്നിട്ട് പുകയൊക്കെ പോണ പോലെ ആ ഒരു പരുവത്തിൽ തിന്നാൻ വലിയ ഇഷ്ടമാണ്. ചൂടൊക്കെ തിന്നും. അത്യാവശ്യം കൊറിയക്കാരെ പോലെയൊക്കെയാണ് ഞാൻ. അത്യാവശ്യം നല്ല ചൂട് ഞാൻ വിഴുങ്ങിയെടുക്കും ഗൈസ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ശങ്കരൻ്റെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് അമ്മ എങ്ങനെ തിളച്ച ചായ കുടിക്കുന്നതെന്ന്. അതാണ് ഗൈസ്, എനിക്കറിയത്തില്ല. എനിക്ക് തിളച്ചതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തിന്നെന്ന് പറഞ്ഞ് ഞാൻ തീയെടുത്ത് വായിടൊന്നും ആരും ചോദിച്ചേക്കരുത്. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ ബജ്ജി ലവേഴ്സ് ഉണ്ടെങ്കിൽ മറക്കണ്ട കമൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ വേഗം ചെയ്തോളാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാച്ചാ ബൈ ഉമ്മ.